സഞ്ജുവിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ സഞ്ജു ഇന്ന് ഹേറ്റേഴ്സിന്റെ വായടപ്പിച്ചു. സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തത്. സഞ്ജുവിന്റെ കളി കണ്ട് ആഫ്രിക്ക വരെ ഞെട്ടിപ്പോയി. കളി ജയിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ഇത് സഞ്ജുവാണ്. സഞ്ജുവിന് ശരിക്കും ഒന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. വൺ ഡൗണിൽ ഒരവസരം കിട്ടിയപ്പോൾ അത് ശരിക്കും സഞ്ജു ഉപയോഗിച്ചു. ഇനിയും സഞ്ജുവിന് നല്ല അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയവും സഞ്ജുവിന്റെ ബാറ്റിംഗും കൊണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് പരമ്പര നേടിയപ്പോൾ ഓസീസ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ വേൾഡ് കപ്പിൽ ഈ കളി കാഴ്ചവെച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് കപ്പ് കിട്ടിയേനെ. ഓസ്ട്രേലിയയേക്കാൾ മികച്ച കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ഇന്ത്യയുടെ ബി ടീം തന്നെ ഇത്രയും ഡേഞ്ചറസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെയിൻ ടീം എന്തുകൊണ്ട് ഫ്ലോപ്പ് ആവുന്നു? ഇന്ത്യ വേൾഡ് കപ്പിൽ ചെയ്തത് മണ്ടത്തരമാണ്. സഞ്ജുവിനെ പോലെ ഒരു മികച്ച പ്ലെയറെ കിട്ടിയിട്ടും വേൾഡ് കപ്പിൽ ഇന്ത്യ കളിപ്പിച്ചില്ല. അത് വലിയൊരു അബദ്ധമായി പോയി. സഞ്ജുവിന്റെ ബാറ്റിംഗ് നോക്കൂ, വളരെ മനോഹരമായിട്ടാണ് അവൻ കളിക്കുന്നത്. ഏതൊരു സമ്മർദ്ദഘട്ടത്തിലും അവന് നന്നായി കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് സഞ്ജു അത് തെളിയിച്ചിരിക്കുകയാണ്. സഞ്ജു ശരിക്കും ഞങ്ങളെ ഇംപ്രസ് ചെയ്തു. സഞ്ജു ഓസ്ട്രേലിയൻ ടീമിൽ വന്നാൽ ഷുവറായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും. അത്രയും മികച്ച കളിക്കാരനാണ് സഞ്ജു സാംസൺ. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്, പ്രത്യേകിച്ച് മലയാളി ആരാധകർ. സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുകയാണ്. സഞ്ജുവിന് ഒരവസരം കിട്ടിയപ്പോൾ സഞ്ജു അത് ശരിക്കും ഉപയോഗിച്ചു. സാധാരണ സഞ്ജുവിനെ 5ാം നമ്പറിലൊക്കെയാണ് ഇറക്കാറ്. എന്നാൽ ഇപ്പോൾ രാഹുൽ സഞ്ജുവിനെ ഒരു അവസരം കൊടുത്തു. വൺ ഡൗണിൽ ഇറക്കിയത് സഞ്ജു സെഞ്ചുറി അടിച്ചു. ഈ ഒരു ഇന്ത്യൻ ടീമിനെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ബി ടീം മെയിൻ ടീമിനേക്കാൾ ഡേഞ്ചറസ് ആണ്, പ്രത്യേകിച്ച് സഞ്ജു സാംസൺ. സഞ്ജുവിന് ഇനി ഓപ്പണിംഗിൽ അവസരം കൊടുത്താൽ സഞ്ജു ചിലപ്പോൾ ഡബിൾ സെഞ്ചുറി വരെ അടിച്ചേക്കും. അപ്പോൾ സഞ്ജുവിന്റെ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.